ഇനി നമ്മൾ കേന്ദ്ര സർക്കാർ രൂപീകരണത്തിന്റെ കാര്യങ്ങളിലേക്ക് ആ വാർത്തയിലേക്ക് കടക്കുകയാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ നടക്കാനിരിക്കെ സഖ്യകക്ഷികളുമായുള്ള ചർച്ച വേഗത്തിലാക്കുകയാണ് NDA. ഇന്ന് രാത്രിയോ നാളെ ഉച്ചയ്ക്ക് മുൻപായിട്ടോ മന്ത്രിമാരുടെ പട്ടിക പുറത്തു വന്നേക്കും. ആന്ധ്രാപ്രദേശിന് 6 മന്ത്രിമാർ വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് TDP. സ്പീക്കർ സ്ഥാനത്തിന്റെ കാര്യത്തിൽ ചർച്ച തുടരുന്നു. അതേസമയം കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗവും പ്രവർത്തക സമിതി യോഗവും ഇന്ന് ചേരും. രാകേഷ് ചേരുന്ന വിവരങ്ങളുമായി. രാകേഷ്, ആദ്യം നാളെ സത്യപ്രതിജ്ഞ ചെയ്യാനിരിക്കെ മണിക്കൂറുകൾക്ക് മുമ്പ് പോലും മന്ത്രിമാരുടെ പട്ടികയിലേക്ക് എത്താൻ NDAക്ക് കഴിയാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കൂടുതൽ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന JDUവിനെയും TDPനെയും അനുനയിപ്പിക്കാനാണോ ഈ കൂടുതൽ ശ്രമകരമായിട്ടുള്ള ദൗത്യം ഏറ്റെടുക്കേണ്ടി വരുന്നത് BJP നേതൃത്വത്തിന്? എൽദോ, NDA സർക്കാർ നാളെ അധികാരത്തിലേറുകയാണ്. നരേന്ദ്രമോദി സർക്കാർ മൂന്നാമതും അധികാരത്തിലേറുകയാണ്. നാളെ വൈകിട്ട് രാത്രി 7:15 രാഷ്ട്രപതി ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും സഖ്യകക്ഷികളുമായുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ് എന്നാണ് BJP നേതാക്കൾ അറിയിക്കുന്നത്. ഇന്നലെ BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയുമായി നേതാക്കൾ ചർച്ച നടത്തിയിരുന്നു. സഖ്യകക്ഷികളുമായി JP നഡ്ഡ പ്രത്യേകം ചർച്ച നടത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി TDP നേതാക്കളുമായി ഇന്നലെ പ്രത്യേകം ചർച്ച നടത്തി. അതിനുശേഷം JDU നേതാക്കളുമായി ചർച്ച നടത്തി. ഒപ്പം കുമാരസ്വാമി, RLD നേതാവ് ജയന്ത് ചൗധരി, അജിത് പവാർ, ഒപ്പം JDUവിൽ നിന്ന് ലല്ലൻ സിംഗ് അടക്കമുള്ള നേതാക്കൾ, ഏക്നാഥ് ഷിൻഡെ ശിവസേന വിഭാഗം, അപ്നാദൾ, ജിതൻ റാം മാഞ്ചി തുടങ്ങിയവരുമൊക്കെയായി ഇന്നലെ രാത്രി ചർച്ചകൾ നടന്നിരുന്നു. ഇതിൽ TDP ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം ആന്ധ്രാപ്രദേശിന്, TDPക്കല്ല ആന്ധ്രാപ്രദേശിന് 6 മന്ത്രിമാർ വേണമെന്നൊരാവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 4 മന്ത്രിസ്ഥാനമെങ്കിലും TDPക്ക് വേണമെന്നാണ് പാർട്ടിയുടെ നിലപാട്. അതായത് 2 ക്യാബിനറ്റ് പദവി, ഒപ്പം 2 സഹമന്ത്രിസ്ഥാനം എന്നൊരാവശ്യം അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. 6 മന്ത്രിസ്ഥാനം അനുവദിക്കുകയാണെങ്കിൽ ഈ 6 മന്ത്രിസ്ഥാനങ്ങളിൽ നിന്ന് ജനസേന പാർട്ടിക്കും മന്ത്രിസ്ഥാനം നൽകാം എന്നൊരു നിലപാടാണ് ഇപ്പോൾ TDP മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ BJP ആദ്യഘട്ടത്തിൽ മുന്നോട്ട് വെച്ച ഓഫർ 1 ക്യാബിനറ്റ് മന്ത്രിയും 1 സഹമന്ത്രി സ്ഥാനം എന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. അത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് TDP വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ എത്ര മന്ത്രിസ്ഥാനം എന്ന കാര്യത്തിലാണ്, വകുപ്പുകളിലല്ല. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഇന്നലെ നടന്ന ചർച്ചകൾ മന്ത്രിസ്ഥാനം സംബന്ധിച്ചാണ്. വകുപ്പുകളിലേക്ക് ചർച്ച കടന്നിട്ടില്ല എന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. JDUവിന്റെ കാര്യത്തിൽ വരുമ്പോഴും 4 മന്ത്രിസ്ഥാനം വേണമെന്ന നിലപാട് JDU മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലെങ്കിൽ ചുരുങ്ങിയത് 3 മന്ത്രിസ്ഥാനമെങ്കിലും വേണമെന്നൊരു ആവശ്യമാണ്, ക്യാബിനറ്റ് പദവിയെങ്കിലും വേണമെന്നൊരു ആവശ്യമാണ് JDU മുന്നോട്ട് വയ്ക്കുന്നത്. സമാനമായ ആവശ്യം ഇപ്പോൾ ചെറു കക്ഷികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ജിതൻ റാം മാഞ്ചിയുടെ പാർട്ടിയായ ജിതൻ റാം മാഞ്ചി ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം 1 ക്യാബിനറ്റ് പദവി വേണമെന്നൊരു ആവശ്യം ജിതൻ റാം മാഞ്ചി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അനുപ്രിയ പട്ടേൽ അപ്നാദൾ സോണലാൽ വിഭാഗത്തിന്റെ നേതാവാണ്, മിർസാപൂരിൽ നിന്നുള്ള MP ആണ്. അനുപ്രിയ പട്ടേൽ പറഞ്ഞിരിക്കുന്നത് സഹമന്ത്രി സ്ഥാനം പോരാ, സ്വതന്ത്ര ചുമതലയോടുകൂടിയുള്ള മന്ത്രിസ്ഥാനമെങ്കിലും അനുവദിക്കണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. ഷിൻഡെ വിഭാഗം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് 1 ക്യാബിനറ്റ് പദവി, ഒപ്പം 1 സഹമന്ത്രി സ്ഥാനം എന്നൊരാവശ്യം ഷിൻഡെ വിഭാഗവും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായാലും മഹാരാഷ്ട്രയിൽ നിന്ന് കഴിഞ്ഞ തവണ 8 പേരാണ് മന്ത്രിമാരായി ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ കൂടുതൽ മന്ത്രിസ്ഥാനം ലഭിക്കുമെന്നൊരു പ്രതീക്ഷ നേതാക്കൾ പങ്കുവെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് BJPയിൽ നിന്നായിരുന്നു മന്ത്രിമാരൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഷിൻഡെ വിഭാഗത്തിനും അജിത് പവാർ പക്ഷത്തിനും കാര്യമായ ഒരു പരിഗണന ഉണ്ടാകുമെന്നാണ് നേതാക്കൾ പറയുന്നത്. അജിത് പവാർ പക്ഷത്തിന് നിലവിൽ 1 ലോക്സഭാ അംഗം മാത്രമാണുള്ളത്. രാജ്യസഭയിൽ പ്രഫുൽ പട്ടേൽ അടക്കമുള്ള നേതാക്കൾ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും അജിത് പവാർ പക്ഷത്തിനും ഒരു പരിഗണന ഉണ്ടാകും എന്ന പ്രതീക്ഷ വെക്കുന്നുണ്ട്. ഏതായാലും ചില മന്ത്രിസ്ഥാനം, സഖ്യകക്ഷികളുടെ മന്ത്രിസ്ഥാനം, വകുപ്പുകൾ സംബന്ധിച്ച പേരുകളൊക്കെ തന്നെ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായ ഒന്ന് TDP അവരുടെ മന്ത്രിമാരെ സംബന്ധിച്ചുള്ള സൂചനകൾ നൽകുന്നു എന്നാണ്. നിലവിൽ അവരുടെ സഭാകക്ഷി നേതാവാണ് ശ്രീകാകുളത്ത് നിന്നുള്ള MP രാംമോഹൻ നായിഡു മന്ത്രിസ്ഥാനത്തേക്ക് എത്തും എന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഏതായാലും TDP കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഒപ്പം മറ്റ് 2 പേരുകൾ കൂടി TDP ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതൊന്ന് ഗുണ്ടൂരിൽ നിന്നുള്ള MP വെമിറെഡ്ഡി പ്രഭാകർ ആണ്. ഒപ്പം പെമ്മസാനി ചന്ദ്രശേഖരും മന്ത്രിസ്ഥാനത്തേക്ക് വരും എന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ TDP നേതാക്കൾ അറിയിക്കുന്നത്. ഒപ്പം സ്പീക്കർ സ്ഥാനത്തിന്റെ കാര്യത്തിലും ഒരു ചർച്ചകൾ അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇതുവരെ TDP തയ്യാറായിട്ടില്ല. പക്ഷേ BJP ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് സ്പീക്കർ സ്ഥാനം നൽകാൻ കഴിയില്ല, പകരം TDPക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകാമെന്നൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഏതായാലും
ഇത് സംബന്ധിച്ച് ചർച്ചകൾ തുടരുകയാണെന്നാണ് ഇപ്പോൾ നേതാക്കൾ NDA വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും TDP ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഏറ്റെടുക്കുകയാണെങ്കിൽ നേരത്തെ വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് സ്പീക്കർ പദവി കൈകാര്യം ചെയ്തിരുന്നത് GMC ബാലയോഗിയായിരുന്നു. അദ്ദേഹം TDP നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ഇത്തവണ ഏതായാലും ലോക്സഭാംഗമാണ് ഹരീഷ് മാത്തൂർ. അപ്പോൾ ഹരീഷിനെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കാം എന്നാണ് ഇപ്പോൾ TDPയിൽ എത്തിയിരിക്കുന്ന ധാരണ. ഏതായാലും വകുപ്പുകളുടെ കാര്യത്തിൽ നേരത്തെ റെയിൽവേ JDU ആവശ്യപ്പെട്ടിരുന്നു, IT മന്ത്രാലയം TDPയും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇത് സുപ്രധാനമായൊരു മന്ത്രാലയങ്ങളാണ്, അത് കൈവശം BJP വെക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കുമാരസ്വാമി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് കൃഷി മന്ത്രാലയമാണ്. പക്ഷേ 2 അംഗങ്ങളാണ് JDUവിനുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ക്യാബിനറ്റ് പദവി BJP നൽകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ കർണാടകയിൽ സംബന്ധിച്ച് JDU ഒരു നിർണായകമായ കക്ഷിയാണ്. പ്രത്യേകിച്ച് തെക്കൻ കർണാടകയിൽ മൈസൂരു മേഖലയിൽ നിയമസഭയിലൊക്കെ തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ഭാവിയിൽ JDU ഒരു മികച്ച സഖ്യകക്ഷിയായി അല്ലെങ്കിൽ JDUവിൻ്റെ സഹായം ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടൽ BJPക്കുണ്ട്. കാരണം തെക്കൻ കർണാടകയാണ് പൊതുവെ BJPയെ സംബന്ധിച്ച് മേൽക്കൈ കുറഞ്ഞ അല്ലെങ്കിൽ ആധിപത്യം കുറഞ്ഞൊരു മേഖല. അപ്പോൾ അവിടേക്ക് വളർന്നു കയറാൻ JDUവിൻ്റെ സഹായം ആവശ്യമുള്ളതുകൊണ്ട് തന്നെ അംഗസംഖ്യ നോക്കാതെ തന്നെ ഒരുപക്ഷെ മന്ത്രിസ്ഥാനം നൽകും എന്നൊരു പ്രതീക്ഷ ഏതായാലും ഈ ഘടകകക്ഷികൾക്കൊക്കെ തന്നെ ഉണ്ട്. ഏതായാലും ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ വൈകിട്ടോ ഇത് സംബന്ധിച്ച പട്ടിക പുറത്തിറക്കും എന്നാണ് ഇപ്പോൾ നേതാക്കൾ ഏതായാലും വ്യക്തമാക്കുന്നത്. എൽദോ, രാകേഷ്, ഈ BJP മന്ത്രിമാർ ആരൊക്കെ അല്ലെങ്കിൽ അവരുടെ വകുപ്പുകൾ ആരൊക്കെ എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ലഭ്യമായിട്ടുണ്ടോ? ഈ സഖ്യകക്ഷികളുടെ മാറ്റി നിർത്താം, BJP അവരുടെ പാളയത്തിൽ നിന്ന് ആരൊക്കെയാണ് കേന്ദ്ര മന്ത്രിസഭയിലേക്ക് ക്യാബിനറ്റ് പദവിയിലേക്ക് എത്തിക്കുക എന്നുള്ളതിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ടോ? ഏതായാലും പ്രധാനപ്പെട്ട പദവികളിൽ കാര്യമായ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അമിത്ഷാ ലോക്സഭയിലേക്ക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. രാജ്നാഥ് സിംഗ് ലക്നൌവിൽ നിന്ന് തന്റെ വിജയം ആവർത്തിച്ചിട്ടുണ്ട്. ഒപ്പം പ്രധാനപ്പെട്ട പദവികൾ, അതായത് ധനകാര്യം, വിദേശകാര്യം, പ്രതിരോധം, ആഭ്യന്തരം തുടങ്ങിയ വകുപ്പുകൾ BJP തന്നെയായിരിക്കും കൈകാര്യം ചെയ്യുക. കാരണം 4 വകുപ്പുകളും കഴിഞ്ഞ 2 തവണയും കൈകാര്യം ചെയ്തിരുന്നത് BJP തന്നെയായിരുന്നു. പക്ഷേ ഇത്തവണ സാഹചര്യം മാറിയിട്ടുണ്ടെങ്കിൽ പോലും ആ വകുപ്പുകൾ ഏതായാലും സഖ്യകക്ഷികൾക്ക് വിട്ടു നൽകാനുള്ള സാധ്യതയില്ല. ഒപ്പം ഇതിനു പുറമെ മറ്റ് ചില പ്രധാനപ്പെട്ട നേതാക്കൾ കൂടി പ്രധാനപ്പെട്ട വകുപ്പുകളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഒന്ന് ശിവരാജ് സിംഗ് ചൗഹാൻ. അദ്ദേഹം ദീർഘകാലം മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷേ ഇത്തവണ അദ്ദേഹം വിദിഷയിൽ നിന്ന് ലോക്സഭയിലേക്ക് വിജയിച്ചിട്ടുണ്ട്. മാത്രവുമല്ല വളരെ സീനിയർ ആയിട്ടുള്ള നേതാവാണ്. അദ്ദേഹത്തിനും പ്രധാനപ്പെട്ട വകുപ്പിൽ അദ്ദേഹം തന്നെ വരും. നിതിൻ ഗഡ്കരി മുൻ ദേശീയ അധ്യക്ഷനാണ്. നിതിൻ ഗഡ്കരി ഇത്തവണയും നാഗ്പൂരിൽ നിന്ന് വിജയിച്ച് വന്നിട്ടുണ്ട്. ഗഡ്കരിക്കും ഒരുപക്ഷെ അദ്ദേഹം മുൻപ് കൈകാര്യം ചെയ്തിരുന്ന ഉപരിതല ഗതാഗത വകുപ്പ് തന്നെ നൽകാൻ തന്നെയാണ് സാധ്യത. കാരണം ആ വകുപ്പിൽ ശ്രദ്ധേയമായ പ്രകടനം ഗഡ്കരി കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വകുപ്പിൽ ഒരുപക്ഷെ മാറ്റമുണ്ടാകാനുള്ള സാധ്യതയില്ല. ഒപ്പം നിർമ്മല സീതാരാമൻ നിലവിൽ രാജ്യസഭാംഗമാണ്. നിർമ്മല സീതാരാമനും പ്രധാനപ്പെട്ട വകുപ്പുകൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റൊന്ന് ഹരിയാന മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടറാണ്. മനോഹർലാൽ ഖട്ടറിനെയും സുപ്രധാന പദവിയിലേക്ക് കൊണ്ടുവന്നേക്കും. ഇതിന് പുറമെ ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ അവിടെ നിന്ന് ഒരുപക്ഷെ ഒന്നിൽ ഖട്ടറിന് പുറമെ മറ്റൊരു മന്ത്രി കൂടി വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. മറ്റൊരു നിർണായകമായ സംസ്ഥാനം ബീഹാറും മഹാരാഷ്ട്രയുമാണ്. മഹാരാഷ്ട്രയിൽ ഈ വർഷം അവസാനമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പെങ്കിൽ ബീഹാറിൽ അടുത്ത വർഷമാണ് തെരഞ്ഞെടുപ്പ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയിക്കുക എന്നത് BJPയെ സംബന്ധിച്ച് ഏറെ നിർണായകമായ കാര്യമാണ്. 2ഇടത്തും സഖ്യകക്ഷികളുടെ സഹായത്തോടു കൂടിയാണ് BJP ഭരിക്കുന്നത്. അപ്പോൾ അവിടങ്ങളിൽ വിജയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ബീഹാറിൽ കൂടുതൽ പ്രാതിനിധ്യം ഒരുപക്ഷെ മുൻതവണത്തേതുപോലെ ഇത്തവണയും ഉണ്ടായേക്കാം. ഇത്തവണ JDUവിന് കൂടി മന്ത്രിസ്ഥാനം വരുന്നതുകൊണ്ട് അവിടെ നിന്ന് കൂടുതൽ മന്ത്രിമാർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സമാനമായ സാഹചര്യം മഹാരാഷ്ട്രയുടെ കാര്യത്തിലുണ്ടാകും. നിലവിൽ BJP മന്ത്രിമാരാണുള്ളതെങ്കിൽ അവിടെ അജിത് പവാർ പക്ഷത്തിനും ശിവസേന ഷിൻഡെ പക്ഷത്തിനും കൂടുതൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ടൊരു മന്ത്രിസ്ഥാനം ഉണ്ടാകും. ഇതിന് പുറമെ കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി സ്വാഭാവികമായി എത്തും. കാരണം ആദ്യമായി BJP ടിക്കറ്റിൽ ലോക്സഭയിലേക്ക് എത്തിയ വ്യക്തിയാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപിക്കും പ്രധാനപ്പെട്ട വകുപ്പ് തന്നെ നൽകാനാണ് സാധ്യത. തെലങ്കാന സമാനമായ രീതിയിൽ വലിയ വളർച്ച ഉണ്ടാക്കിയ സംസ്ഥാനമാണ് തെലങ്കാന. അവിടെ നിന്ന് കൂടുതൽ മന്ത്രിമാരെ ഉൾപ്പെടുത്താനാണ് സാധ്യത. കാരണം കഴിഞ്ഞ തവണ 4 ആണെങ്കിൽ അവിടെ ഇത്തവണ 8 സീറ്റുകൾ വിജയിക്കാൻ സാധിച്ചു. ആന്ധ്രാപ്രദേശിൽ TDP ആവശ്യപ്പെട്ടതുപോലെ ഒരുപക്ഷെ BJPയിൽ നിന്നുകൂടി മന്ത്രിമാർ ഉൾപ്പെടുത്തി ഒരു 6 മന്ത്രിസ്ഥാനം TDPക്ക് നൽകണമെന്ന TDPയുടെ ആ നിർദ്ദേശം ഒരുപക്ഷെ BJP വഴങ്ങിയേക്കുമെന്നാണ് സൂചന. മാത്രമല്ല ഈ സർക്കാർ ഇത്തരത്തിൽ അധികാരത്തിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒഡീഷയിൽ BJP നടത്തിയ പ്രകടനമാണ്. ഒഡീഷയുടെ ചരിത്രത്തിലെ BJPയുടെ ഏറ്റവും വലിയ മുന്നേറ്റം നടത്തിയപ്പോൾ ഒഡീഷയിൽ നിന്നും കാര്യമായൊരു പ്രാതിനിധ്യം ഏതായാലും മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എൽദോ, രാകേഷ്, ഇനി കോൺഗ്രസിന്റെ യോഗം ഇന്നുണ്ടല്ലോ.
കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം, പ്രവർത്തക സമിതി യോഗം ഇന്ന് ചേരുന്നുണ്ട്. അപ്പോൾ അതിൽ എങ്ങനെയുള്ള ഒരു സ്റ്റാൻഡായിരിക്കും സാധ്യത? എന്തെങ്കിലും പ്രത്യേകിച്ചും ഈ പ്രവർത്തക സമിതി യോഗത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പൊതു വിലയിരുത്തലുണ്ടാകും? എൽദോ, രാവിലെ ആദ്യം ചേരുന്നത് പ്രവർത്തക സമിതി യോഗമാണ്. അതിനുശേഷമാണ് പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നത്. ഏതായാലും പ്രവർത്തക സമിതി യോഗത്തിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണം എന്നൊരാവശ്യം സ്വാഭാവികമായും ഉണ്ടാകും. കാരണം എൽദോ സൂചിപ്പിച്ച പോലെ തെരഞ്ഞെടുപ്പിന്റെ ഒരു വിലയിരുത്തൽ ഏതായാലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് പുറത്തു വന്നത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് കോൺഗ്രസിന്റെ അംഗബലം ലോക്സഭയിൽ കാര്യമായ വർധന ഉണ്ടായിരിക്കുകയാണ്. കാരണം 44, അതിനുശേഷം 52, ഇപ്പോൾ 99. സ്വതന്ത്രൻ കൂടി പിന്തുണച്ച് കൂട്ടുകയാണെങ്കിൽ 100 എന്ന അംഗബലത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നു എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷയ്ക്ക് നൽകുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിന്റെ ഒരു വിലയിരുത്തൽ ഇന്നത്തെ പ്രവർത്തക സമിതി യോഗത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം ഉണ്ടാകാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ 2 സഭകളുടെ കാലയളവിലും രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവായി രാഹുൽ ഗാന്ധി അല്ല, സഭാകക്ഷി നേതാവായി രാഹുൽ ഗാന്ധി അല്ല വന്നിരുന്നത്. കഴിഞ്ഞ തവണ അധീർ രഞ്ജൻ ചൗധരിയും അതിനു മുമ്പ് മല്ലികാർജുൻ ഖർഗെയുമാണ് ആ പദവികളിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ രാഹുൽ ഗാന്ധി തന്നെ വരണം. രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും പ്രതിപക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ ഏറ്റവും ഉചിതമായ സമയം ഇതെന്ന് കോൺഗ്രസ് വിലയിരുത്തുകയും ചെയ്യുന്നു. മാത്രവുമല്ല, ഔദ്യോഗികമായി ഇത്തവണയാണ് കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കുന്നത്. 2014-ലും 2019-ലും കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ, പ്രത്യേകിച്ച് മോദിക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുക്കുന്ന നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധി തന്നെ ഈ പദവി ഏറ്റെടുക്കണമെന്ന അഭിപ്രായം കോൺഗ്രസിനകത്തുണ്ട്. അക്കാര്യം ഇന്ന് ഔദ്യോഗികമായി ചർച്ചയ്ക്ക് വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. മൂന്നാമതായി രാഹുൽ ഗാന്ധിയുടെ ഏത് മണ്ഡലം നിലനിർത്തണമെന്ന കാര്യം സംബന്ധിച്ച് ഒരു പ്രാഥമിക ചർച്ചയും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നും റായ്ബറേലിയിൽ നിന്നും വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് മണ്ഡലം നിലനിർത്തണമെന്ന കാര്യത്തിലും ഒരു ചർച്ചയുണ്ടാകും. അതിനുശേഷമാണ് പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നത്. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ രാഹുലിനെ CWC തീരുമാനം അനുസരിച്ചാണെങ്കിൽ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കാൻ തന്നെയാണ് സാധ്യത. എൽദോ, ഓക്കെ, എന്താണേലും ഇന്നും നിർണായകമായുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ഡൽഹിയിൽ നടക്കുന്നുണ്ട്. NDAക്കാണെന്ന് തോന്നുന്നു കൂടുതൽ പ്രതിസന്ധി. എങ്ങനെ ഈ വകുപ്പുകൾ സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തുക, സഖ്യകക്ഷികളെ കൂടെ നിർത്തി അനുനയിപ്പിച്ച് നിർത്തുക എന്നുള്ള കാര്യത്തിൽ അപ്പോൾ ചില ഉറച്ച നിലപാടുകൾ തുടരുകയാണ് അവിടെ ചന്ദ്രബാബു നായിഡു, നിതീഷ് കുമാറും ഉൾപ്പെടെയുള്ളവർ. മറ്റു വാർത്തകളിലേക്ക് എത്തിയ